we shall be studying modern American drama. Please open your books to page 16. Drama in the United States of America was always incapable of within phase with progress in other branches of literature. Although by the 19th century, the politic prejudice against theatre had completely vanished. എന്താ sir? കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹൗസ്ഫുൾ ആണല്ലോ. നിങ്ങൾക്ക് എന്റെ ക്ലാസ് വേണ്ടേ? എന്താടാ നാവിറങ്ങിപ്പോയോ? വാ തുറന്നു പറയടാ, എന്റെ ക്ലാസ് വേണ്ടേ? ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. Go to your respective classes. എഴുന്നേക്ക്. മിസ്സിന് അറിഞ്ഞൂടെ ഈ ക്ലാസ്സിൽ ഇത്രയും കുട്ടികളില്ലെന്ന്? എന്റെ ക്ലാസ് കുട്ടികൾക്ക് വലിയ ഇഷ്ടം. എന്താണ് ഇവിടെ നിന്ന് പതുങ്ങുന്നത്? ക്ലാസ്സിൽ പോടാ. ഇതെന്താടാ കിരീടോ? പിറ്റേന്ന് രാവിലെ ഇറങ്ങുമല്ലയോ? ക്ലാസ്സിൽ പോടാ. വെറും ലോ ക്ലാസ്. നിങ്ങൾ ഈ നോട്ടീസ് കണ്ട? ഈ സുന്ദരിയാണ് കലാതിലകം വേദിക. കലാതിലകത്തിന് അർഹമായ വേദികയുടെ നൃത്തം അവൾ പഠിക്കുന്ന മദേഴ്സ് കോളേജിൽ വീണ്ടും അരങ്ങേറുന്നു. ആക്ച്വലി എന്റെ മമ്മി അവളെ ഡാൻസ് പഠിപ്പിച്ചു. ആണോ? നീ കലാമണ്ഡലം വാസന്തിയുടെ മോനാണോ? ഇങ്ങോട്ട് പാടാ, ഇങ്ങോട്ട് വന്ന് പറ്റിക്കൂടി നിക്കടാ. ഞാനൊന്ന് ചേർത്ത് പിടിച്ചിട്ട് ഉമ്മാരട്ടാ. പഠിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഒരുപാട് ഉറക്കം കളഞ്ഞിട്ടുള്ള ഈ പറഞ്ഞ മുതല് എന്റെ ഒരുപാട് കളഞ്ഞിട്ടുണ്ട്. എന്ത് ഉറക്കം? പോയി പൊറോട്ട അടിക്കടാ. പൊറോട്ട കീറും. എന്റെ ഗോകുലേ, നിനക്ക് ഈ കലാതിലകത്തിനൊന്ന് വളച്ചുകൂട്ടി എടുത്തായിരുന്നെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനൊരു ബലവും അവരുടെ ഗ്രൂപ്പിനൊരു അടിയാവൂലായിരുന്ന. അല്ലാണ്ട് എല്ലാം നശിപ്പിച്ചിട്ട് വന്നേച്ച് അമ്മ ഡാൻസ് പഠിപ്പിച്ചാന്ന്. അതിന് ഇവള് കലാതിലകം ഞാൻ അറിഞ്ഞു. എന്റെ ഉള്ളം കയ്യിലിരുന്ന പെണ്ണ ഈ കലാതിലകം ഗൂഗിളിനുള്ളത്. അതിനുവേണ്ടി നമ്മൾ റിയൽ ഫൈറ്റേഴ്സ് ഒറ്റക്കെട്ടായിട്ട് ഗൂഗിളിന് പിന്നിലുണ്ടാവണം. വേദികയെ സ്വന്തമാക്കാൻ ആണായി പിറന്ന ഒരേ ഒരാളെ നമ്മുടെ ക്യാമ്പസിലുള്ളൂ. അത് ഈ റോഷൻ ചെറിയാൻ. സത്യമായിട്ടും പ്രോഗ്രാം നടക്കുന്ന അന്ന് നീ മദേഴ്സ് കോളേജിൽ പോകും, നൃത്തം കാണും, ഹൃദയം തുറന്ന് അവളെ അഭിനന്ദിക്കുന്നു. എടാ, അത് വിമൻസ് കോളേജാ, അവിടെ ആമ്പിള്ളേരൊന്നും കയറ്റത്തില്ല. പോടാടുന്നു. മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറുന്ന കുഴപ്പം? മദേഴ്സ് കോളേജിൽ ആമ്പിള്ളേർ കയറി കഴിഞ്ഞാൽ അവിടുത്തെ മൊത്തം പെൺപിള്ളേരും മദേഴ്സ് ആവും. അല്ല, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അവസരം ഞാൻ ഉണ്ടാക്കി തരാം. അവിടുത്തെ സ്റ്റേജ് ഡെക്കറേഷന്റെ ചുമതല എന്റെ ഒരു സുഹൃത്തിനാ. ആ വഴിക്ക് നിങ്ങളെ ഞാൻ അകത്ത് കയറ്റി തരാം. മണിയാ, നിങ്ങളൊരു സംഭവമാണ്. നിങ്ങളുടെ സുഖമല്ല കുട്ടികളെ, എന്റെ ഒരു സുഖം. വരാതിരുന്നാൽ എങ്ങനെയാ ശരിയാകുക? ആണോ? നിന്റെ പ്രോഗ്രാമിന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ സീതാലക്ഷ്മിയെ കൊണ്ടുവരാവുന്ന നിന്റെ ഫാദർ ഏറ്റിരുന്നതല്ലേ സിസ്റ്റർ? പിന്നെന്താ ഒരു കൺഫ്യൂഷൻ? ജില്ലാ പ്രസിഡന്റിന് അതിനുള്ള പവർ ഒന്നുമില്ലെന്നേ. എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ബാലകം കെട്ടി അനൗൺസ്മെന്റും ചെയ്തു. ഇനി മിനിസ്റ്റർ വന്നില്ലെങ്കിൽ? മദം, മിനിസ്റ്ററെ കാണാൻ ഞങ്ങൾ അവിടെ പോയതാ. അപ്പോ അവരവിടെ ഇല്ലായിരുന്നു. അച്ഛൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല. എന്റെ മാതാവേ. എക്സ്ക്യൂസ് മീ. ഹലോ, എന്താടി? റിയലി? ഓക്കെ, ഞാൻ വരാം. മദർ, ഇതെന്റെ ഒരു ഫ്രണ്ടാ, ഒരു ഓൺലൈൻ പത്രത്തിന്റെ റിപ്പോർട്ടർ. അവക്കറിയാന്ന് മിനിസ്റ്റർ എവിടെയുണ്ടെന്ന്. നേരിട്ടൊന്ന് പോയി കണ്ടാ മതി. കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. ഇറങ്ങ്, എല്ലാവരും വരിവരിയായി നിരനിരയായിട്ട് ഇറങ്ങ്. അത് ശരി, മുതലാളി ഇവിടെ നിൽക്കണം. പോയി ബിരിയാണി ചെമ്പർക്ക്. അയ്യോ, ഞാനത് മറന്നുപോയി. അയ്യോ, ഞാനില്ല, ഷർട്ടുമ്മ കരിയാവും. മൊത്തം ഞാൻ കത്തിക്കും ഞാൻ. അയ്യോ, ഇത് വാടകട്ടോ. അതെ, ഓഡിറ്റോറിയം നിറച്ച് പെൺപിള്ളേരാ. ഇനി നിങ്ങക്ക് ഇഷ്ടമുള്ള രീതിയിൽ സർവീസ് തുടങ്ങിക്കോ. ഒരു സുഖം. സർവീസിന് പെമ്പിളേനെ മതി തന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലേ? എന്റെ സിസ്റ്റർ ഇവരൊന്നും ആണുങ്ങളല്ല, ലുക്ക് മാത്രമേ ഉള്ളൂ. ഒക്കെ ചാന്തുപൊട്ട. ചാന്തുപൊട്ടോ എന്ന് വെച്ചാ? അയ്യോ സിസ്റ്റർ, ചാന്തുപൊട്ട അറിയില്ലേ? ഫോർ എക്സാമ്പിൾ മാങ്ങപറി, ചെളികുത്തേ, എന്തായി കാണിക്കുന്നേ? ചാന്തുപൊട്ടെ ഒന്നും ഉണ്ടാവില്ലെന്നേ. ഓഹോ, നിങ്ങൾ നേരത്തെ കയറി പറ്റിയോ? പറ്റി. എന്താ?
ഇവന്മാർ ട്രാവൻകൂർ മഹാരാജ കോളേജിലെ പിള്ളേരാന്ന് വിളിച്ച് പറയടാ. അതെ, വിളിച്ച് പറഞ്ഞ 2 കൂട്ടരെയും പോലീസ് വെക്കും. ഡീസന്റ് ആയിട്ടൊക്കെ ഇന്ന് 2 കൂട്ടർക്കും നല്ലതാ. ഇത് മാച്ചാവില്ലേ? അത് ഓക്കെ ആവും. കുട്ടി, ആ മാം. ബാലമാഷിന് സുഖമില്ല. പകരം മറ്റൊരാൾ എത്തിയിട്ടുണ്ട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ. നിനക്കറിയോ ആളെ? എനിക്കറിയാം. സ്കൂളിൽ എൻ്റെ സീനിയർ ആയിരുന്നു. ഞങ്ങൾ തമ്മിലൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇത് ശരിയാവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ ലാസ്റ്റ് ടൈമിൽ വേറെ ആരെ കണ്ടെത്താനാ? ഇയാള് തന്നെ മതി. അവൻ എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതാ. ഓക്കെ. എടാ കട്ടൻ പീസിങ് ആടാ. അത് നോക്കി, അവൻ നമ്മുടെ കോളേജിൽ പഠിക്കുന്നേക്കനാ. ഏത് ഗ്രൂപ്പ്? നമ്മുടെ ഗ്രൂപ്പ്. നമ്മുടെ ഗ്രൂപ്പ്? ആ, ആ വർഷം കലോത്സവത്തിൽ എനിക്കായിരുന്നു ഫസ്റ്റ്. രാഷ്ട്രീയക്കാരനായ എൻ്റെ അച്ഛൻ്റെ സ്വാധീനം കൊണ്ടാണ് ഞാൻ കലാതിലകമായതെന്നും പറഞ്ഞ് ഒരു ഉണ്ണികൃഷ്ണൻ്റെ നോട്ടീസ് അന്ന് വലിയ വിവാദമായിരുന്നു. അത് ഈ ഉണ്ണികൃഷ്ണനാണെന്ന് അച്ഛൻ തെറ്റിദ്ധരിച്ചു. +2 പരീക്ഷയിൽ ടേബിളിനടിയിൽ വെച്ച ടെക്സ്റ്റ് ബുക്ക് കോപ്പി അടിക്കാനാണെന്നും പറഞ്ഞ് ഉണ്ണികൃഷ്ണനെ 1 വർഷം സ്കൂളിൽ നിന്ന് പുറത്താക്കി. അതിൻ്റെ പിന്നിൽ എൻ്റെ അച്ഛൻ്റെ കുബുദ്ധിയായിരുന്നു. പിന്നീടാണ് സത്യം തിരിച്ചറിഞ്ഞത്. എനിക്ക് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല. ഇതാര് വേദിക മോളോ? ലക്ഷ്മി, ഓ, കേറി മോളെ. വേദിക മോളോ? എന്താ മോളെ വിശേഷിച്ച്? ഞാൻ മാഷിനെ ഒന്ന് കാണാൻ വന്നതാ. മാഷിന്റെ മോനാണ് ഉണ്ണികൃഷ്ണൻ എന്ന് ഞാൻ ഇന്നലെ അറിഞ്ഞത്. ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് എൻ്റെ ഒരു പ്രോഗ്രാം അമ്മ നേർന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ അത് കണ്ടക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ വരില്ല. പഴയതൊന്നും മനസ്സിൽ വെക്കരുത്. തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ണിയോട് തെറ്റ് ചെയ്തത് എൻ്റെ അച്ഛനാ. പോയത് എനിക്കും 1 വർഷം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. സാറിന് പതിവ് പോലെ കടുപ്പത്തിലൊരു ചായ എടുക്കല്ലേ? ആയിക്കോട്ടെ. അപ്പൊ കടിയാ? കടി വേണ്ട. കറക്റ്റാ, കടി കുറക്കണം നല്ലതാ. വേദിക ഇന്നലെ വീട്ടിൽ വന്നിരുന്നല്ലേ? ഷീസ് മൈ ഫ്രണ്ട്സ് ഡോട്ടർ. ഞാൻ വിഷയത്തിലേക്ക് വരാം. വേദിക ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. ഉണ്ണിയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. അവൾക്ക് കുറ്റബോധമുണ്ട്. അമ്പലത്തിലെ പ്രോഗ്രാമിന് താൻ ഉണ്ടാവണമെന്ന് അവൾ വാശി പിടിക്കുക. അല്ല സർ, അത് ഞാൻ ചോദിച്ചു, ഉണ്ണികൃഷ്ണൻ ഇല്ലെങ്കിൽ പ്രോഗ്രാം നടക്കില്ലേന്ന്. അപ്പോൾ അവൾ പറയുക ഇല്ലാന്ന്. കുറച്ചു നേരം കൊണ്ട് ഞാൻ അവളുടെ മനസ്സ് വായിച്ചെടുത്തു. അവൾക്ക് തന്നെ ഇഷ്ടമാണ്. ചായ. സർ, രാവിലെയും വൈകിട്ടും കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടാണ് കുടുംബം കഴിയുന്നതും ഞാൻ പഠിക്കുന്നതും. അതിനിടയിൽ കാശുള്ള വീട്ടിലെ പെണ്ണിന്റെ മനസ്സല്ല അവൾക്ക്. തനിക്കൊരിക്കലും അവളൊരു ബാധ്യതയാവില്ല. ചൂടുള്ള വാർത്ത. റോഷ, ക്യാമ്പസിനുള്ളിൽ ചൂടുള്ള വാർത്ത. കലാതിലകത്തിന് പ്രണയം. ആരോട്? റിയൽ ഫൈറ്റേഴ്സിലെ ഉണ്ണികൃഷ്ണനോട്. വൺവേയാ. ആ മണങ്കൂസിനോടോ? അതെ. അവക്കിതെങ്ങനെ? അവന്റെ മൃദംഗം അവക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നേ.
സാറേ മുണ്ട് തള്ളല്ലേ സാറേ എന്തായിരിക്കണം അവിടെ ഇങ്ങോട്ട് മാറിക്കടാ. സാറേ ഷോറിത് ഇവിടെ സാറേ. നിന്നെ കണ്ടിട്ടൊരു പൂവാന്റെ ലുക്ക് ഉണ്ടല്ലോടാ. ഇല്ല സാറേ. ഇതെന്തിനാ മീശ താഴോട്ട് വളർത്തേക്കുന്നത്? അയ്യേ കൺമഷി. അച്ഛന്റെ ഓർമ്മക്കായിട്ട് അമ്മ വെക്കാൻ പറഞ്ഞിട്ട് വെച്ചാക്കണാണ് സാറേ. ഒറ്റ അലക്കലൊക്കെ ഉണ്ടല്ലോ, കരിന്ത ചറങ്ങിയേക്കവൻ. സാർ ഇവന്റെ പേര് റെജി. കോളേജിലെ ക്യാൻറ്റീനിലാണ് പണി. ഇവനാണ് ആദ്യം ബോഡി കണ്ടത്. കോളേജിന്റെ പരിസരത്തല്ല ക്യാൻറ്റീൻ. പിന്നെ താനെന്തിന്റെ ഹോസ്റ്റലിലെ പിന്നെ പുറത്ത് പോയത്? ആ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് മതലിനൊരു വിടവുണ്ട് സാറേ. അതിനെ കൂടിയാണ് ഞാൻ എപ്പോഴും വരലും പോകുന്നത്. സാറേ ഇയാളാണ് ബോഡി ആദ്യം തിരിച്ചറിഞ്ഞത്. അറിയാതെ തിരിച്ചറിഞ്ഞാണ് സാറേ. ഇനി എന്റെ സ്വന്തം ബോഡിയാണെങ്കിൽ പോലും തിരിച്ചറിയില്ല. താൻ പേടിച്ചു പോയോ? എടോ, താൻ പറഞ്ഞത് നല്ല കാര്യമല്ലേ? വല്ലതും കഴിച്ചാ? ഇല്ല സാർ. അവൻ ആവശ്യത്തിൽ മേടിച്ചു കൊടുക്കുക. എനിക്കൊരു ബിരിയാണി കുഴിമന്തി. എന്നാ പിന്നെ എനിക്ക് പൊറാട്ടയും ബീഫ് ഫ്രൈയും. ഇയാളാരാ? കയ്യാലപ്പറമ്പിൽ മത്തായുടെ മോനാ കുട്ടൻ. രാവിലെ തന്നെ പൂര ഫിറ്റാ സാറേ. ബോഡി അവിടെ കൊണ്ടിട്ട് അവനെ അവൻ കണ്ടു എന്നാ പറയുന്നത്. പറയടാ, എന്താ നീ കണ്ടത്? ദിലീപിന്റെ സിനിമ സെക്കൻഡ് ഷോ. സാർ അതിലൊരു കള്ളന്റെ വേഷം അഭിനയിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? പോരാ, ഭയങ്കര പോരാ. സാറൊരു ലോക ദുരന്തോട്ടോ സാറേ. പറയാ സാറേ, എന്റെ ഒന്നും ചെയ്യല്ലേ സാറേ. എന്നിട്ട് ഇതിനെ കാളെ മനസ്സിലായോ? ഇല്ല, പക്ഷെ അമിതാഭ് ബച്ചന്റെ പൊക്ക ആൾക്ക്. അമിതാഭ് ബച്ചൻ സാറേ ഞാനെന്താ ലീവായിരുന്നിട്ടാ. സർ, ബീച്ച് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന വേദികയുടെ കാറിൽ നിന്നിട്ട ബാഗാണിത്. ഇതിലുണ്ടായിരുന്ന മൊബൈൽ ഫോണിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അവസാനത്തെ ഔട്ട് ഗോയിങ് കോൾസ് എല്ലാം ഒരു ഉണ്ണികൃഷ്ണൻ നമ്പറിലേക്കാണ്. അത് ബാലമാഷിന്റെ മകനാ. 2 ദിവസം മുമ്പ് വേദിക ഉണ്ണികൃഷ്ണന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ഞാനാ വഴി കാണിച്ചു കൊടുത്തേ. സർ, ഇന്നലെ പോലീസ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് കസ്റ്റഡിയിലെടുത്തത് ഈ ഉണ്ണികൃഷ്ണനെ തന്നെയാണ്. ആ ചെക്കൻ എപ്പോഴാണ് പറഞ്ഞേച്ച്? സാറ് പറഞ്ഞതുകൊണ്ട് കേസൊന്നും ചാർജ് ചെയ്തില്ല. മെഡിക്കൽ റിപ്പോർട്ട് എടുത്ത ശേഷം അയാളെ പറഞ്ഞയച്ചു. ഇവിടെ അയാളുടെ ബൈക്ക് വെച്ചിട്ടുണ്ട്. പിഴയടിച്ച് വാങ്ങാൻ പറഞ്ഞിരുന്നു, വന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടത് പുലർച്ചെ 4-നും 5-നും ഇടയിലാണ്. മൃഗീയമായി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരണത്തിന് കാരണം തലക്കെറ്റ ക്ഷതം. ഉണ്ണികൃഷ്ണനെ പറഞ്ഞയച്ചത് വെളുപ്പിന് 3 മണിക്ക് ശേഷമാണ്. അപ്പോൾ പ്രതി ബോഡി കൊണ്ടിട്ടത് 5 മണിക്ക് ശേഷമായിരിക്കും. വെളുപ്പിനെ 5 മണിക്ക് നീ ഏത് തിയേറ്ററിലാണ് സെക്കൻഡ് ഷോ കണ്ടത്? ഇവന്മാരുടെ മൊഴി എടുത്തിട്ട് പറഞ്ഞോട്ടേക്ക്. സാർ, കളക്ട് ഫുൾ ഡീറ്റെയിൽസ് ഓഫ് ഉണ്ണികൃഷ്ണൻ. സർ, സർക്കാരിന് നിർദ്ദേശം നൽകി. വേദിക കൊലക്കേസ് അന്വേഷണം 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ആളുകളെ കേന്ദ്രീകരിച്ച് സിനിമാ നടൻ ക്യാപ്റ്റൻ രാജുവിനെ ചോദ്യം ചെയ്തേക്കും. വാർത്തകൾ വിശദമായി. രാമേന്ദ്രൻ വരാൻ പറഞ്ഞു. വിദ്യാർത്ഥിനി വേദികയുടെ മരണത്തിൽ അന്വേഷണം 6 അടി 4 ഇഞ്ച് ഉയരമുള്ള ആളുകളിലേക്ക് നീങ്ങുന്നതായി സൂചന. എന്താണോ ഇതൊക്കെ? കൊല്ലം ട്രാവൻകൂർ മഹാരാജാസ് കോളേജിന്റെ മെൻസ് ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ കണ്ടെത്തിയ അപ്പോഴേക്ക് ഇത് ടിവിയിലും വന്നു. ഞാൻ വിശദമായിട്ട് അന്വേഷിച്ചു സാർ. അമിതാഭ് ബച്ചനല്ല സാർ കൊലയാളി. അമിതാഭ് ബച്ചൻ ഒരു ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ലണ്ടനില്ല. ആ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ പിന്നുള്ളത് ബാബു ആന്റണിയാണ്. അയാളാണ് ഇപ്പൊ ദുബായിലാണ്. കീരിക്കാടനാണ് ചെന്നൈയിലും. പിന്നെ ഈ ക്യാപ്റ്റൻ രാജു ഈ പരിസരത്തുണ്ട് സാർ. സംശയിക്കാം സാർ. തൻ്റെ ഒരു അഭിനയവും സിനിമാക്കാരും വർമ്മയെ വിളിക്കണോ സാർ? ഇഡിയറ്റ്. ഇനി വർമ്മയായിരിക്കുമോ? വർമ്മ. സർ. അറസ്റ്റ് ഉണ്ണികൃഷ്ണൻ. യെസ് സർ. ഞാൻ ഈ കോളേജിലെ വൈസ് പ്രിൻസിപ്പളാണ്. എന്താണ് സാർ പ്രോബ്ലം? വേദിക വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി ഉണ്ണികൃഷ്ണനെ കസ്റ്റഡിയിലെടുക്കാവുന്നു.
ഇതൊന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനല്ല വേദിക കൊന്നത്. അതൊന്നും കാണിക്കില്ലേ, നമുക്ക് സംസാരിച്ച് തീർക്കാം. അടുത്തേക്ക് വന്നാലും ഞാൻ ചത്തുകളെ. അയ്യോ സാറേ, ചാടും. വേണ്ട. ഉണ്ണികൃഷ്ണന്റെ മരണം ആത്മഹത്യയാണ്, കൊലപാതകമല്ല. മരണപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ ഒരു മാനസിക രോഗിയായിരുന്നു. കോളേജിന്റെ മുകളിൽ നിന്നും ആത്മഹത്യാ ഭീഷണി മുഴക്കിയ പ്രതിയെ പോലീസ് അതിസാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസിന്റെ അനാസ്ഥയല്ലേ സർ മരണകാരണം? വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് SI രാമേന്ദ്രനെയും 3 സിവിൽ പോലീസ് ഓഫീസർമാരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തുടരന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവുണ്ട്. പുതിയ അന്വേഷണ സംഘം ഉടനെ ചാർജ് എടുക്കും. Good afternoon, Mr. Tekken. Good afternoon. Bhavani Durga. This is my team. Hi. DYSP Martin, CI Stalin Joseph, CI Bharat Raj. So how are you feeling? Not bad. It'll take some time. So, Mr. Tekken, in your opinion, you think Unikrishnan is the culprit? Affirmative. ഇതാണ് ഫോറൻസിക് റിപ്പോർട്ട്. ബോഡിയിൽ പതിഞ്ഞ വിരൽപ്പാടുകൾ പ്രതിയുടെ തന്നെയാണ്. വെളുപ്പിന് 4 മണിക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ പ്രതി എവിടെ വെച്ചാണ് കൃത്യം നടത്തിയത്? ആ സമയം വരെ വേദിക ബീച്ച് റോഡിൽ കാത്തു നിന്നിരുന്നു. അങ്ങനെ കാത്തു നിൽക്കാൻ മാത്രം അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നെങ്കിൽ പ്രതി എന്തിനെ റേപ്പ് ചെയ്തു? Questions are countless, Mr. Tekken. ഇനി പ്രതിക്കൊപ്പം മറ്റൊരാൾ കൂടെ ഉണ്ടെങ്കിലോ? Anyways, Mr. Tekken, looking forward to your cooperation throughout the investigation. Sure. I'll join as soon as possible. I have all sorts of lethal weapons. നമ്മുടെ നാടൻ മലപ്പുറം കത്തി മുതൽ അൾട്രാ മോഡേൺ മെഷീൻ ഗൺ വരെ. Look man, I am not an Alabanan. I am പവനായി. പവനായി? ചിലരൊക്കെ എന്നെ പവനായി എന്ന് വിളിക്കും, മറ്റു ചിലർ അരിങ്ങോടർ എന്നും വിളിക്കും. പക്ഷേ ഞാൻ ക്യാപ്റ്റൻ എന്നാണ് എന്നെ വിളിക്കാറ്. ക്യാപ്റ്റൻ എന്താ ഈ വേഷത്തിലൂടെ? പുറത്ത് നല്ല ചൂടുണ്ട്, അതുകൊണ്ടിട്ടതാ. പിന്നെ വേദിക വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം എന്നിലെത്തിയതായി TV-യിൽ കണ്ടിരുന്നു. പിന്നീട് ഒരു വിവരവുമില്ല. പോലീസ് വരുന്നത് പ്രതീക്ഷിച്ച് ഞാൻ 2 ആഴ്ചയായി വീട്ടിൽ തന്നെ ഇരിപ്പായിരുന്നു. നിരപരാധിയായ എന്നെ അന്വേഷണ വിധേയമായി അറസ്റ്റ് ചെയ്തുകൂടെ ഇൻസ്പെക്ടർ? നിരപരാധിയായ ക്യാപ്റ്റനെ പോലീസ് എന്തിന് അറസ്റ്റ് ചെയ്യണം? എനിക്കിപ്പോൾ ഒരു പബ്ലിസിറ്റി ആവശ്യമാണ്. ഞാൻ മരിച്ചിട്ടില്ല എന്ന് കുറച്ച് സിനിമാക്കാരെങ്കിലും അറിഞ്ഞോട്ടെ. താങ്കൾക്ക് ഈ ആരോഗ്യം വെച്ച് ഒരാളെ റേപ്പ് ചെയ്യാനും കൊല്ലാനും കഴിയില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവില്ലേ? അതൊരു ഡ്യൂപ്പിനെ വെച്ച് ചെയ്താണെങ്കിലോ? അവസാനം ക്യാപ്റ്റൻ പ്രതിയാകുമേ? അതിന് ഞാൻ നിരപരാധിയല്ലേ? ക്യാപ്റ്റൻ പ്ലീസ്. ഓക്കെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കും. എന്നെ നിരാശപ്പെടുത്തരുത്. സമയം കളയാതെ ക്യാപ്റ്റൻ ചെന്നാട്ടെ. രാമചന്ദ്രൻ. അങ്കമാൽ രാമേന്ദ്രൻ.
സിനിമാ നടനാണല്ലേ? മാഡം സിനിമയെ കാണാറുണ്ടല്ലേ? എന്റെ ഏത് സിനിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സർവീസിലുണ്ടായിരുന്നപ്പോ അഭിനയായിരുന്നല്ലേ പ്രധാന പണി. ഡിപ്പാർട്ട്മെന്റിൽ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ടോ? അയ്യോ അങ്ങനൊന്നുമില്ല മാഡം, ലീവ് കിട്ടുമ്പോൾ മാത്രമേ ഉള്ളൂ അഭിനയം. ഇനിയിപ്പോ ഫുൾ ടൈം ആവാലോ, സസ്പെൻഷനിലായില്ലേ? എന്ത് സസ്പെൻഷൻ മാഡം, ജനത്തിന്റെ കണ്ണി പൊടിയിടാൻ എന്നെ ബലിയാടാക്കി, അത്രേ ഉള്ളൂ. അന്ന് എന്താണ് സംഭവിച്ചത് രാമേന്ദ്ര? ഓ ഞാൻ അഭിനയിച്ച് കാണിക്കാം മാഡം. നമ്മുടെ ACP അഭിനയിച്ച് കാണിക്കാൻ ഇത് ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ല. സോറി മാഡം. ഇഡിയറ്റ്. കഴിച്ചോ. കുറച്ച് വെള്ളം വേണമായിരുന്നു. തൂങ്ങിച്ചാകാൻ മാത്രം നീളം ഉണ്ടായിരുന്നോ കയ്യെ കെട്ടിയ കയറിന്? ഓ അത്രയും നീളം ഉണ്ടായിരുന്നു മാഡം. താനാണ് ആദ്യം ബോഡി തിരിച്ചറിഞ്ഞത് അല്ലേ? പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു എനിക്കേ ബോറടിച്ചു. ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കൊതി തീരും വരെ നിങ്ങൾക്ക് എനിക്കല്ലായിരുന്നു. റാസ്കൽ, ചോദിച്ചതിന് മാത്രം മറുപടി പറയടാ. ഞാനാണ് സാർ തിരിച്ചറിഞ്ഞത്. നീയാണല്ലേ ബോഡി ആദ്യം കണ്ടത്? എന്റെ പൊന്നു സാറന്മാരെ, ഞാൻ ആ ക്യാൻറ്റീനിലെ പണിക്കാരൻ മാത്രമാണ്. എല്ലാത്തിനും കാരണം എന്റെ മുതലാളിയാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ തലയിൽ കൂടി ട്രെയിൻ ഇടിച്ച് കയറിയാലും പുള്ളിക്കാരൻ മാറുന്നത് ജ്യൂസ് കുടിക്കുക. അതാ പ്രകൃതം. ഇത്ര പെട്ടെന്ന് വന്നാ? ഈ റെജിയെ ചോദ്യം ചെയ്തപ്പോ പറഞ്ഞു എല്ലാ സത്യങ്ങളും തനിക്കറിയാമെന്ന്. നീ അങ്ങോട്ട് വോട്ടറ പന്നി. എന്താണ് നിനക്കറിയാവുന്ന സത്യങ്ങൾ? നുണയാണ് സാർ, ഇവൻ പറഞ്ഞ മൊത്തം നുണയാണ്. എങ്കിൽ താൻ സത്യം പറ. കോളേജിൽ റിയൽ ഫൈറ്റേഴ്സും റോയൽ വാരിയേഴ്സും തമ്മിൽ എന്നും തല്ല. ഞാൻ ഇടയ്ക്ക് ഇവരെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരു സുഖം. കലാതിലകം വേദികയെ ആര് വളർത്തുന്നുള്ളതായിരുന്നു ഈ അടുത്ത കാലത്ത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രധാന പ്രശ്നം. അപ്പോഴറിഞ്ഞത് ഉണ്ണികൃഷ്ണനെയാണ് പെണ്ണിന് ഇഷ്ടമെന്ന്. അത് കേട്ടതോടെ റോയൽ വാരിയേഴ്സിലെ റോഷനെ ഇടഞ്ഞു. ഈ റോഷൻ പറഞ്ഞിട്ടാ മുതലാളി കോളേജിൽ മദ്യം കലർത്തി ഉണ്ണികൃഷ്ണന് കൊടുത്തത്. അങ്ങനെ ഒരു കഥയുണ്ടോ? പക്ഷെ ഹെൽമറ്റ് മാറ്റിവെച്ചത് മനഃപൂർവ്വമല്ല. അതിനുശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഒരാള് മദ്യവെച്ച് വണ്ടി ഓടിച്ച് വരണ്ടെന്ന് പറഞ്ഞതും എന്റെ ഈ മുതലാളിയാ. അല്ലേ മുതലാളി? എന്തിനാണ് ഈ സത്യങ്ങളൊക്കെ ഇങ്ങനെ മണിമണി പോലെ തുറന്നു പറയണത്? ഒരു സുഖം. അതിനുശേഷം റോഷൻ പുറത്തേക്ക് പോയി. അത്ര എനിക്കറിയാവുള്ളൂ. മൊഴി കൊടുത്തിട്ട് തനിക്ക് പോവാം. പോലീസ് എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. ഓ മാഡം, റിയൽ ഫൈറ്റേഴ്സിന്റെ നേതാവാണ് മഹേഷ്, റോയൽ വാരിയേഴ്സിന്റെ നേതാവ് റോഷൻ ചെറിയാൻ. ആ കള്ളുകുടിയന്റെ മൊഴിയിൽ 6.25 അടിയുള്ള ഒരാളെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. ഈ റോഷൻ ചെറിയാന്റെ ഹൈറ്റ് 6'3" ആണ്. ഇയാളുടെ പേരിൽ 2 ക്രിമിനൽ കേസുകളും ചാർജ് ചെയ്തിട്ടുണ്ട്. സംശയം തോന്നുന്നവരെ ഉടനെ കസ്റ്റഡിയിൽ എടുക്കണം, ചോദ്യം ചെയ്യണം. യെസ് മാം. തന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പുതിയ അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ. വൺ മിസ്റ്റർ എഡ്വേർഡ് ലിവിങ്സ്റ്റൺ. എഡ്വേർഡ് ലിവിങ്സ്റ്റൺ ഹോളിവുഡ് സിനിമകളിലെ ആക്ഷൻ ഹീറോയുടെ പേര് പോലും ഉണ്ടല്ലോ സർ. കറക്റ്റ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ സർ? ആരാണ് റോഷൻ ചെറിയാൻ? എന്റെ മകനാണ് സർ. എന്താ കാര്യം? We are here to take you under custody in the connection of Vedika murder case. റോഷൻ ചെറിയാൻ മുകളിലെ കോറിഡോറിലുണ്ട്. നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ്. എന്താണ് സാറേ ക്യാമ്പസിനുള്ളിൽ പോലീസ്? ക്യാമ്പസിനുള്ളിലാണ് പ്രതിയെങ്കിൽ പോലീസിന് കയറിയല്ലേ പറ്റൂ. ഒരു പാവത്തിനെ കൊന്ന് കെട്ടിത്തോക്കിയതും പോരാഞ്ഞിട്ട് വീണ്ടും പോലീസ് ക്യാമ്പസിലോ? തല്ലി ഓടിക്കണം വരെ. ഹലോ മാഡം.
ബാരിയേഴ്സും പോലീസും നമ്മളെ പ്രശ്നം. നമ്മുടെ ഗ്രൂപ്പിലെ സ്റ്റുഡൻസ് ആരും ഇടുന്നുണ്ട്. കണ്ണു കണ്ടുകൊണ്ടോ എനിക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇറങ്ങിയിരിക്കുന്നു. കണ്ണുണ്ടായിട്ടും കാണാൻ ഞാൻ സാറാ. ഞാൻ കൂളിംഗ് ഗ്ലാസ് വെക്കുന്ന എൻ്റെ കണ്ണിൻ്റെ പ്രൊട്ടക്ഷനാണ്. പിന്നെ എല്ലാവരും പറയുന്നത് ഇതെൻ്റെ ഒരു വീക്ക്നെസ് ആണ്. What foolishness are you doing there? മതം പൊട്ടി നിൽക്കുന്ന സ്റ്റുഡൻസിനെ അടിച്ചൊതുക്കിയാണോ പോലീസ്? ഉടനെ ക്യാമ്പസ് വിട്ട് പുറത്തു പോകണം. ഇറ്റ്സ് ആൻ ഓർഡർ ഫ്രം ദ ഹോം മിനിസ്റ്റർ. Sir, it's over. Get the megaphone. Yes, ma'am. Get back! Police, get back! Police, get back! May I come in, sir? Good morning, sir. Good morning. I am Edward Livingston. Oh, yes, yes. Hello, sir. Hello. You can join them. Thank you, sir. Okay. All the best. Good luck, sir. ഈശ്വര, കുരിശുകൾ ഓരോന്നായിട്ട് ഇങ്ങോട്ടാണല്ലോ കെട്ടിയെടുക്കുന്നത്. പുതിയ ഇംഗ്ലീഷ് പ്രൊഫസർ അല്ലേ? ആ അതെ, പക്ഷേ 3 പണിഷ്മെന്റ് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ പോസ്റ്റിംഗ് അങ്ങോട്ട്. 2 ക്രിമിനൽ കേസും നിലവിലുണ്ട്. എന്തിന്? മൊബൈലല്ലേ തന്റെ കയ്യിലിരിക്കുന്നത്? അയാളുടെ പേര് വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കും.